ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ കൃഷ്ണ സുധാമ സംഗമമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ ദൗത്യം നിറവേറ്റുക എന്ന ലക്ഷ്യം ആധുനിക സമൂഹത്തിന് തീരെയില്ല. സ്വന്തം വീട്ടിലേക്ക്, അതായത് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങുക എന്നതാണ് മനുഷ്യ ജന്മത്തിൻ്റെ, അഥവാ മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ യഥാർത്ഥ ദൗത്യം. ഇത് നിറവേറ്റാൻ വർണ്ണാശ്രമ ധർമ്മങ്ങൾ പിന്തുടരുക തന്നെ വേണം. കർക്കശമായിട്ടും ബോധപൂർവം ഈ സമ്പ്രദായം പിന്തുടർന്നാൽ ജീവിത ദൗത്യം നിറവേറ്റാനാകും. അപ്പോൾ ഓരോ മനുഷ്യനും ഭഗവാൻ പറയുന്നത് ഇവിടെ ഈ കുചേല സന്ദേശത്തിലൂടെ, കുചേല വൃത്തം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഭാഗവതം പറയുമ്പോഴാണെങ്കിലും ഇല്ലെങ്കിൽ ആ ഒരു കഥാഭാഗം ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ദൗത്യം, മനുഷ്യ ജീവിതത്തിന്റെ ദൗത്യം അഥവാ മനുഷ്യ ജന്മത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഇവിടെ അനേക ജന്മങ്ങളുടെ പരിണാമങ്ങൾക്ക് വിധേയമായി ആ വിശേഷ ബുദ്ധിയിലേക്ക് എത്തിച്ച് ആ വിശേഷ ബുദ്ധി നൽകുന്നതിൻ്റെയും ഉദ്ദേശം ഈ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഭൗതികതയിൽ രമിച്ച് സുഖലോപലതയിൽ മുളിച്ച് അനേക ജന്മങ്ങളിൽ തിരിയാനുള്ളതല്ല മനുഷ്യജന്മം എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം ഈ ചുറ്റിത്തിരിയൽ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക ജന്മങ്ങളിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശരീരങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവത് പ്രാപ്തിയിലേക്ക് സ്വയമേവ എത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ യഥാർത്ഥ ദൗത്യം, യഥാർത്ഥ ഡ്യൂട്ടി എന്നർത്ഥം. അതാണ് ഓരോ മനുഷ്യൻ്റെയും സ്വധർമ്മം. എല്ലാവർക്കും ഒന്നു തന്നെയാണ് ശരിക്കും. പക്ഷേ നമ്മുടെ സ്വഭാവവും കർമ്മവാസനകളും ജന്മവാസനകളും തന്നെ നമ്മൾ വ്യത്യസ്തമായ ഭാവത്തിൽ അനുഭവിച്ച് അഭിനയിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. ആ അഭിനയത്തിലാണ് ശരിക്കും കഥാപാത്രങ്ങളുടെ ദൗത്യം തെറ്റിപ്പോകുന്നത്. അപ്പം എല്ലാവരും ഭൗതികയിൽ രമിച്ച് സുഖമായിട്ട് ഭൗതിക ജീവിതം സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷേ അതൊരിക്കലും, ആ ഭൗതിക ജീവിതം പോലും ഒരിക്കലും അവസാനിക്കുന്നില്ല. അവസാനിക്കണമെങ്കിൽ നമ്മൾ പരമമായ ധാമത്തിലേക്ക് എത്തിച്ചേരണം, നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കണം. അല്ലാതെ ഇരുന്നാൽ ഈ പറയുന്ന കർമ്മബന്ധനങ്ങളിലൂടെ ഒരു ജന്മത്തിൽ ജീവിച്ച് അതേ ജന്മം തന്നെ പിന്നെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും അനേക ജന്മങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് യഥാർത്ഥ മനുഷ്യന്റെ ജന്മത്തിന്റെ ദൗത്യം എന്താണെന്ന് ഇവിടെ ഭഗവാൻ എടുത്ത് പറയുന്നുണ്ട്. ഇത് നിറവേറ്റുവാൻ വർണ്ണാശ്രമം, ഈ സനാതനമായിരിക്കുന്ന ധർമ്മത്തിന്റെ പരിപാലനം, കുലധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ കുലധർമ്മം സനാതനമാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഭഗവാൻ ഇതിനുള്ള ആ മാർഗം, ദർശനം നൽകിയിട്ടുണ്ട്, വ്യവസ്ഥിതി എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ പ്രധാനമാണ് വർണ്ണാശ്രമ ധർമ്മങ്ങളെ യഥാവിധി പാലിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആത്മാവിൻ്റെ സ്ഥിതിയെ ഈശ്വരനിലേക്ക് എത്തിക്കാൻ സാധിക്കും. അവർക്ക് ആ വർണ്ണാശ്രമ ശ്രമങ്ങൾ ഒരു ജന്മത്തിൽ തന്നെ കൃത്യമായിട്ട് പരിപാലിക്കപ്പെടുന്നവർക്ക് ഈ ബന്ധനങ്ങളിലൊന്നും പെടാതെ തന്നെ ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ ആധ്യാത്മിക മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ പോലും ഇതൊന്നും വേണ്ട വിധത്തിൽ തിരിച്ചറിയുന്നില്ല എന്നാണ്. ആധ്യാത്മികത തന്നെ സുഖലോലുപതയ്ക്കും ഇല്ലേ ധനസമ്പാദനത്തിനും പരോപകാര ലോകസേവാർത്ഥം എന്ന് പറയുന്നതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ബന്ധനം മുക്തമാകുന്നതിന് പകരം അതിൽ തന്നെ ബന്ധിക്കപ്പെടുന്ന അവസ്ഥയിൽ കർമ്മങ്ങൾ ചെയ്യും. പിന്നെ സംഘം കൊണ്ടും സമ്പർക്കം കൊണ്ടും അതിൽ നിന്ന് ആധ്യാത്മികയിൽ തന്നെ സംഘദോഷങ്ങളും സമ്പർക്കദോഷങ്ങളും അറിയാൻ ഈ ആധ്യാത്മിക ആചാര്യന്മാർക്ക് പോലും സാധിക്കാതെ വരുന്നു. കാരണം ഈ കർമ്മബന്ധനം എന്ന് പറയുന്നത് സംഘം ചേരുന്നതിൽ നിന്നുണ്ടാകും. എന്തെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരേണ്ടി വരും, പിന്തുടരേണ്ടി വരും. അതൊക്കെയാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ 4ഉം 5ഉം സ്റ്റേജിലേക്കൊക്കെ ആത്മാവിൻ്റെ തലത്തിലേക്ക് എത്തുമ്പോഴാണ് കുറച്ച് ആധ്യാത്മിക ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുക. അതിൽ പരമമായ ജ്ഞാനത്തിലേക്ക് എത്തണമെങ്കിൽ 6ാമത്തെ സ്റ്റേജിലേക്ക് എത്തണം. പക്ഷെ 6ാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ 4ലും 5ലും ചുറ്റിത്തിരിയും. 4ൽ നിന്ന് 5ലേക്ക് കടക്കും. 5ൽ ചുറ്റിത്തിരിയാണ്. ഭക്തിയുടെ ഭാവത്തിൽ പ്രത്യക്ഷ ഭക്തിയും പ്രകർഷണ ഭക്തിയും ഉണ്ടാകണം. പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയിൽ ഉപരിയായ ഭക്തിയാണ് പ്രകർഷണ ഭക്തി.
പക്ഷെ പ്രകർഷണ ഭക്തിയുടെ ഒരു ഫലമാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ഉയർച്ച കിട്ടി സൂക്ഷ്മ ശരീരത്തെപ്പറ്റി ആത്മസാക്ഷാത്കാര മാർഗത്തിലൊക്കെ പ്രവേശിക്കാം. പക്ഷേ പരമമായ ജ്ഞാനത്തിലേക്ക് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചതുർവിധ ഭജന്തേ മാം ജനാ ചതുർവിധ ഭജന്തേ മാം യേ ജനാ പരിപാസതേ. ഭക്തിമാർഗത്തിൽ 4 മാർഗങ്ങളിലൂടെയാണ് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരിക. ഇതിൽ 3 മാർഗങ്ങളും പുനരാവർത്തന വിധേയമാണ്. ആത്മജ്ഞാന മാർഗത്തിൽ പ്രവേശിച്ചാൽ പോലും ഇവിടെ യഥാർത്ഥ ദൗത്യത്തിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ അനേക ജന്മങ്ങൾ വീണ്ടും വേണ്ടിവരും. പക്ഷേ ആധ്യാത്മിക മാർഗത്തിലേക്ക്, ആത്മജ്ഞാന മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ അവനെ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു 3 മാർഗങ്ങളും അനുഷ്ഠിച്ച് അതിൽ വിരക്തി ഉണ്ടാകുന്നതനുസരിച്ചാണ് 4ാമത്തെ മാർഗത്തിലേക്ക് പ്രവേശിക്കുക. 4ാമത്തെ സ്റ്റേജിൽ എത്തിയാലും യഥാർത്ഥ ദൗത്യത്തിലേക്ക് എത്തണമെങ്കിൽ ഭഗവാനിൽ പ്രീതി നേടണം. മറ്റ് ബന്ധനങ്ങളിൽ ഒന്നും പോയി പെടാനും പാടില്ല. നമ്മൾ യജ്ഞകർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും ആ കർമ്മങ്ങളൊക്കെ ചെയ്താലും അതിലൊന്നും ബന്ധനം ഉണ്ടാക്കി വെക്കരുത്. അറ്റാച്ച്മെന്റും മമതയും ഒക്കെ അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളും ഇല്ലേ നമ്മുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ അതൊക്കെ ബന്ധനം ഉണ്ടായി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥ ദൗത്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകാൻ ഇടവരും. അതേസമയം മറ്റുള്ളവരുടെ നിർദ്ദേശമോ ഉപദേശവും ഇല്ലാതെ പരോക്ഷമായിട്ട് പിന്തുടർന്നാൽ അത് മനുഷ്യ സമൂഹത്തിൽ ഒരുതരം ആകുല അവസ്ഥ സൃഷ്ടിക്കും. ശാന്തിയും ക്ഷേമവും ഉണ്ടാവുകയില്ല. കൃഷ്ണൻ ആധ്യാത്മിക മാർഗത്തിൽ പോലും നമുക്ക് യഥാർത്ഥ മാർഗദർശനം നൽകിയില്ലെങ്കിൽ നമ്മളെ ഇവിടെ ആകുലത അനുഭവിക്കാൻ ഇടവരെന്ന് പറഞ്ഞു. വ്യാസദേവന് പോലും സംഭവിച്ചിട്ടുള്ളത് ഈ ആകുലത എന്ന് പറയുന്നത്. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും അതുകൊണ്ട് സംതൃപ്തി വരാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ആകുലത എന്ന് പറയുന്നത്. അസ്വസ്ഥാവസ്ഥ ഉണ്ടാവുക, ആത്മവേദന അനുഭവിക്കുക. അപ്പൊ യഥാർത്ഥ മാർഗദർശനത്തിന് നാരദരെപ്പോലുള്ളവരൊക്കെ ചെന്നിട്ട് അദ്ദേഹത്തിന് മാർഗദർശനം കൊടുത്തു. അങ്ങനെ ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാനുള്ള സംവിധാനവും ഈ പ്രകൃതിയിലുണ്ടെന്നർത്ഥം. ഒന്നുകിൽ സ്വയം തന്നെ നമുക്ക് അതിന് മാർഗദർശനം കിട്ടും, ഈശ്വരൻ ആരെങ്കിലും നിയോഗിച്ചിട്ട് മാർഗദർശനം കിട്ടും. ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ആ റൂട്ടിൽ നിന്ന് ആകുല അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുക, അതിനുള്ള സംവിധാനം ഒരുക്കുന്നത് പ്രകൃതി തന്നെ ഒരുക്കുന്നർത്ഥം. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ലക്ഷ്യം തീരുമാനിച്ചാൽ കർമ്മം അതിലേക്ക് നയിക്കുക തന്നെ. ഏതെങ്കിലും തരത്തിൽ നമ്മൾ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന അവസ്ഥയുണ്ടായാൽ അതിനെ യഥാർത്ഥ റൂട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനവും പ്രകൃതിക്ക് തന്നെ ഉണ്ടെന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും വകവയ്ക്കാതെ തന്നിഷ്ടത്തിന് പ്രവർത്തിക്കുമ്പോൾ ഏത് മാർഗത്തിലാണെങ്കിലും എല്ലാ തന്നിഷ്ടത്തിന് പ്രവർത്തിച്ചാലാണ് ഈ അസ്വസ്ഥതയും ആകുലതയൊക്കെ ഉണ്ടാവുക. അതിന് പറ്റിയതായിട്ടുള്ള ഗുരുക്കന്മാരുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ കണ്ടെത്തി അവരോട് സംശയമൊക്കെ തീർത്തിട്ട് വേണം അതിൽ തീരുമാനമെടുത്ത് ത്യാഗമനസ്സോടെ ആത്മനിയന്ത്രണത്തോടെ ആ കർത്തവ്യ കർമ്മത്തെ പൂർത്തീകരിക്കാൻ എന്നർത്ഥം. ഇല്ലെങ്കിൽ പിന്നെയും പോയിട്ട് പ്രശ്നത്തിൽ പെടാനിടവരും. അപ്പം ആകുലത സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശാന്തിയും ക്ഷേമവും ഉണ്ടാവുകയില്ല. കൃഷ്ണൻ ബ്രാഹ്മണനുമായിട്ടുള്ള സംഭാഷണം തുടർന്നും, പ്രിയപ്പെട്ട സുഹൃത്തെ, വിദ്യാർത്ഥി ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ. ഒരിക്കൽ ഗുരുഭക്തിയുടെ നിയോഗമനുസരിച്ച് ഈ കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ അവസ്ഥയൊക്കെ ഭഗവാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ കുചേലന്റെ മുമ്പിൽ ചെയ്യുന്നത്. അപ്പൊ ആ കഥയൊക്കെ പറഞ്ഞ് 2 പേരും ഒറ്റപ്പെട്ടു പോയി, പേമാരി പെയ്തു. ആ സമയത്ത് ശിഷ്യന്മാരെല്ലാം കൂടെ ഗുരു അടക്കം ഇവരെ 2 പേരെ അന്വേഷിച്ചു പുറപ്പെട്ടു. എന്നിട്ട് എത്തുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസവും ചിന്തിച്ചതാണെന്നർത്ഥം. അത്യന്തം കാരുണ്യപൂർവ്വം ഗുരുദേവൻ ഇവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയേറെ കഷ്ടപ്പെടേണ്ടി വന്നത് അത്ഭുതം തന്നെയാണ്. സ്വന്തം ശാരീരിക സുഖസൗകര്യങ്ങൾ തീരെ പരിഗണിക്കാതെ എനിക്ക് വേണ്ടി ഇത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച നിങ്ങൾ ഗുരുവിനോട് എത്രയോ വിശ്വസ്തതയുള്ളവരാണ്. ആധ്യാത്മിക ഗുരുവിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെപ്പോലുള്ള ഉത്തമ ശിഷ്യർ എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറുമാണ്. അപ്പം ആ ഗുരുവിന്റെ ഇവരെ കണ്ടെത്തി അതിൽ നിന്ന് ഇവരുടെ ത്യാഗമനസ്സയെ പറ്റിയും ക്ലേശങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് വിറക് ശേഖരിക്കുക എന്ന് പറയുന്നത് ഗുരു പറഞ്ഞ അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ള ദൗത്യമാണ്. ഇന്നാണെങ്കിൽ അച്ഛനും അമ്മയും പോലും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ അജാമളന്റെ കാര്യമൊക്കെ ഇപ്പോൾ ആലോചിച്ചാൽ നമുക്കറിയാം. ആ കഥയിലൊക്കെ സ്വന്തം ഗ്രഹത്തില് ഹോമദ്രവ്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പറഞ്ഞു വിട്ടതാണ്. എന്നിട്ട് എങ്ങനെയാണ് ബന്ധനത്തിൽ പോയി പെട്ടത്? സംഘദോഷത്തിലും സമ്പർക്കദോഷത്തിലും ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ മറ്റൊന്ന് കണ്ട് ഭ്രമിച്ചിട്ട് അതിൻ്റെ കൂടെ പോയി ജന്മം മുഴുവൻ നഷ്ടമാക്കി.
അപ്പൊ അച്ഛൻ പറഞ്ഞു വിട്ട കാര്യം യഥാവധി അനുസരിച്ചില്ല എന്നർത്ഥം. ഇവിടെ ശ്രീകൃഷ്ണനും കുചേലനും വിദ്യാഭ്യാസ കാലത്ത് ഗുരുഭഗ്നിയുടെ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് വർഗ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടത്, അതിൽ അധികം ക്ലേശങ്ങൾ സഹിച്ചതും അത് ഗുരു തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രവൃത്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്ന ഭാഗമാണ് ഇവിടെ. അപ്പൊ നമ്മളെ ഗുരു ആയാലും വേണ്ടില്ല, കാരണവന്മാരായാലും വേണ്ടില്ല, ഏതൊരു ഉദ്ദേശ ലക്ഷ്യത്തിലും നമ്മളെ ഏതെങ്കിലും കർമ്മം ഏൽപ്പിച്ചാൽ അത് തലങ്ങും വിലങ്ങും ചിന്തിക്കാതെ തന്റെ സ്വാർത്ഥ താല്പര്യമൊക്കെ വിട്ടിട്ട് അത് സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് പുത്രന്റെയും പുത്രിയും അല്ലെ ശിഷ്യന്മാരുടെ കടമയാണെന്ന് കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ വീണ്ടും തുടർന്ന് പറഞ്ഞു, നാം ആധ്യാത്മിക ഗുരുവിന്റെ ആശ്രമത്തിലായിരുന്നപ്പോൾ ഇതുപോലെ എത്ര സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു, അതെല്ലാം അങ്ങ് ഓർക്കുന്നുണ്ടാകുമല്ലോ. ഗുരു കടാക്ഷമില്ലാതെ ഒരിക്കലും സുഖമുണ്ടാവുകയില്ലെന്ന് നമുക്കറിയാം. ഗുരുവിന്റെ കാരുണ്യവും അനുഗ്രഹവും നമുക്ക് ശാന്തിയും ക്ഷേമവും കൈവരും. ഇങ്ങനെ ജീവിതത്തിന്റെ ദൗത്യം നിറവേറ്റാകും. മനുഷ്യജന്മത്തിന്റെ നിറവേറ്റാകാനാകുന്ന ഇത്തരത്തിലുള്ള ത്യാഗമനസ്ഥിതി, ആത്മനിയന്ത്രണം, ഇത്തരം ക്ലേശങ്ങളൊക്കെ സഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സാക്ഷാത്കാരത്തിന്റെ പാതയിലേക്ക് പ്രവേശിക്കുക എന്നർത്ഥം. ഇത് കേട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് സർവേശ്വരനും എല്ലാവരുടെയും പരമാചാര്യനാണ്. അങ്ങയോടൊത്ത് ഗുരുകുലത്തിൽ കഴിയാൻ ഭാഗ്യം സിദ്ധിച്ചതിനാൽ നിർദ്ദിഷ്ടമായിട്ടുള്ള വൈദിക ധർമ്മങ്ങളൊന്നും ഇനി കൂടുതലായിട്ട് അനുഷ്ഠിക്കേണ്ടതില്ലെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ, വേദസ്തുതികൾ, അനുഷ്ഠാനപരമായിട്ടുള്ള കർമ്മങ്ങൾ, ധാർമ്മിക വൃത്തികൾ എന്ന് വേണ്ട സാമ്പത്തിക പുരോഗതിയും വിഷയസുഖങ്ങളും ഉൾപ്പെടെയുള്ള ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടത് സർവവും ഈ പ്രഭാവത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവിടുത്തെ പരമമായ വ്യക്തിത്വത്തിൽ നിന്നും വിവിധ രീതിയിലുള്ള ജീവിത പ്രക്രിയകളെല്ലാം ആത്യന്തികമായിട്ട് അങ്ങേ അറിയാൻ ഉദ്ദേശിച്ചുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവയെല്ലാം അങ്ങയുടെ അതീന്ദ്രിയ രൂപത്തിന്റെ വിവിധ ഘടകങ്ങൾ തന്നെയാണ്. എന്നിട്ടും ഒരു ശിഷ്യൻ എന്ന നിലയിൽ അങ്ങ് ഗുരുകുലത്തിൽ ഞങ്ങളോടൊത്ത് ജീവിച്ചു. അതായത് അങ്ങ് ഈ ലീലകളൊക്കെ ആടിയത് അങ്ങയുടെ സുഖത്തിനു വേണ്ടി മാത്രമാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ പിന്നെ ഈ മനുഷ്യൻ എന്ന നിലയിൽ അങ്ങ് ഈ നാടകം ആടേണ്ടിയിരുന്നില്ലല്ലോ. ഇപ്രകാരം കൃഷ്ണൻ എന്ന ഈ ഗ്രന്ഥത്തിലെ ശ്രീകൃഷ്ണ ചരിത്രത്തിലെ കൃഷ്ണ സുദാമാ സംഗമം എന്ന 79-ാം അധ്യായത്തിന്റെ പരിസമാപ്തിയാണ് ഇവിടെ നാം കാണുന്നത്. അപ്പൊ സുദാമാവും കൃഷ്ണനും തമ്മിലുള്ള സംവാദം ഇനി അടുത്ത അധ്യായത്തിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുദാമ എന്ന ബ്രാഹ്മണനെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഭാഗമാണ് 80-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ജീവാത്മാക്കളുടെ എല്ലാം പരമാത്മാവും പരമപുരുഷനുമായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണന് ഓരോരുത്തരുടെയും ഹൃദയം നന്നായിട്ട് അറിയാം. ബ്രാഹ്മണരായിരിക്കുന്ന ഭക്തന്മാരോട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു അനുഭാവമുണ്ട്. ബ്രാഹ്മണരെ ആരാധിക്കുന്നതിനാൽ അദ്ദേഹം ബ്രഹ്മണ്യദേവൻ എന്നറിയപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ പരമപുരുഷനിൽ പൂർണ്ണമായിട്ട് സമർപ്പിതാത്മാവായിരിക്കുന്ന ഭക്തൻ ബ്രാഹ്മണന്റെ നിലയിലെത്തിയിരിക്കുന്നു എന്ന് പറയാം. ബ്രാഹ്മണനായി തീരാതെ ബ്രഹ്മത്തെ, അതായത് ഭഗവാൻ കൃഷ്ണനെ പ്രാപിക്കാനാവുകയില്ല. ഭക്തന്മാരുടെ ദുഃഖത്തിന് അറുതി വരുത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ട്. അതാണ് നിർമ്മല ഭക്തന്മാരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഹ്മണ ജന്മം കിട്ടിയവരെല്ലാം അനേക ജന്മങ്ങളിൽ പുണ്യം ചെയ്ത സുഹൃതത്തിന്റെ ഫലമായിട്ടും സാത്വിക ഭാവം കൈവന്നവരുമാണ് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നത്. അപ്പം ഈ മനുഷ്യജന്മത്തിന്റെ ഏറ്റവും പ്രധാനമായ ദൗത്യം എന്താണെന്ന് ഭഗവാൻ വെളിപ്പെടുത്തി. ആ ദൗത്യത്തിലേക്ക് എത്താൻ ബ്രാഹ്മണർ ശ്രമിച്ചാൽ പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് വെളിപ്പെടുന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതിയില് ബ്രാഹ്മണര് പോലും ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്, അതാ ജീവിതം നയിക്കുന്നതെന്നർത്ഥം. തന്റെ യഥാർത്ഥ ദൗത്യം ഈ ധനസമ്പാദനോ ഭൗതിക സുഖഭോഗങ്ങളിലും അല്ല എന്ന് ബ്രാഹ്മണൻ പോലും മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ ഗതി എന്താകും എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ബാക്കിയുള്ളവർക്ക് പോലും യഥാർത്ഥ മാർഗദർശനം, ഈവൻ രാജഭരണകാലത്തെ രാജാക്കന്മാർക്ക് പോലും മാർഗദർശനം കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മണരായിരുന്നു. അതുകൊണ്ട് അവർക്ക് അതെല്ലാം മനസ്സിലാക്കിയുള്ള രാജർഷിമാരെ പോലെ ജനകനെ പോലെയുള്ളവർ ആ ബ്രാഹ്മണരെ അത്യന്തം ബഹുമാനിച്ചിരുന്നു, അവർക്ക് ഏറ്റവും പ്രിയവുമായിരുന്നു. അപ്പൊ ഇന്നത്തെ സമൂഹത്തിൽ ബ്രാഹ്മണരെ
തള്ളിക്കളഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ബ്രാഹ്മണരും അതേ ക്വാളിറ്റി ഇല്ലെങ്കിൽ പറയുന്ന വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അവർ സ്വയം എത്തുകയും ബ്രഹ്മജ്ഞാനിയായി മാറുകയും അങ്ങനെയുള്ളവർക്ക് വിശാല മനസ്സോടുകൂടി ലോകധർമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണന്റെ ദൗത്യം. പക്ഷേ ബ്രാഹ്മണരും ഇന്ന് വഴിപിഴച്ചിരിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ഗതി തന്നെ ഗതിയുമില്ല പരഗതിയുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം കാണുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം ഈ മനുഷ്യൻ കുലത്തിൻ്റെ യഥാർത്ഥത്തിൽ പ്രവൃത്തി മാർഗത്തിൽ പ്രവർത്തിക്കുന്ന, അതും ആ പ്രവൃത്തി മാർഗത്തിൽ ചരിക്കുന്നത് പോലും അധാർമിക പ്രവൃത്തികളുടെ അധാർമികമായിട്ടുള്ള മാർഗത്തിലൂടെയാണ്. ധാർമ്മിക മാർഗം ആരും സ്വീകരിക്കുന്നില്ല എന്നാണ്. ഒരു ക്ഷേത്രങ്ങളിൽ പോലും ധർമ്മത്തിൻ്റെ മൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ക്ഷേത്രങ്ങൾ പോലും അധർമ്മത്തിൻ്റെ അതിക്രമം പ്രാപിച്ചതിനാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, ഒരു ചടങ്ങ് നിലയിൽ ആ നിത്യ ശാസ്ത്രവിധി പ്രകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് വേദവൈദിക മാർഗങ്ങളിലൂടെ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ കേവലം ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗതിയായിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു മാർഗമായിട്ട് പരിണമിച്ചതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് പഞ്ചഭൂതങ്ങൾ വരെ അസ്വസ്ഥമാണ്, ആകുലതയിലാണ്. അതുകൊണ്ട് എവിടെ നോക്കിയാലും ഈ നെട്ടോട്ടം ഓടുന്നതല്ലാതെ ആർക്കും ശാന്തി സമാനമായിട്ട് ലഭിക്കുന്നില്ല. ഏത് മാർഗത്തിൽ പോയാലും വേണ്ടില്ല, നിങ്ങൾ എന്ത് കാര്യത്തിന് വീട്ടിൽ നിന്ന് സ്വധാമത്തിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോയാൽ പോലും അവിടെയും സ്വസ്ഥം നമുക്ക് ശാന്തി സമാധാനവും അനുഭവിച്ച് ഗുരുവായൂരപ്പനെ കണ്ടിട്ട് തിരിച്ചു വരാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അത് തന്നെ നമുക്ക് പല മാർഗ തടസ്സങ്ങളും ഉണ്ടാക്കുകയും ക്ലേശങ്ങളും മനസ്വസ്ഥത ഇല്ലാതെ അത് നേടാൻ വേണ്ടിയിട്ട് പോയിട്ട് അത് സ്വസ്ഥത ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു വരുന്ന അവസ്ഥ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെന്താ കാരണം? മനുഷ്യന്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ആ പ്രവർത്തികളൊക്കെ അധർമ്മിക മാർഗത്തിലാണ്. അതിന്റെ ഫലം എന്താ? വർണ്ണസങ്കരോ നരകായികൈവ കുലജ്ഞാനം കുലസ്യ പതന്തി പിതരോഗേക്ഷാം ലുപ്തപിണ്ഡോദകക്രിയാം ദോഷൈരേതേ കുലജ്ഞാനം വർണ്ണസങ്കരകാരകൈ ഉത്സ്യാന്തന്റെ ജാതിധർമ്മ കുലധർമാശ ശാശ്വത എന്നൊക്കെ ഭഗവാന്റെ മുമ്പിൽ അർജുനൻ പറഞ്ഞതൊക്കെ സത്യമായിട്ട് അനുഭവിച്ചു. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നമസ്കാരം.